critical path analysis. The purpose of analysis is to find the critical path. That is the sequence of activities with the longest duration and the sequence of activities with the longest duration and to find the plot associated with each non-critical activity. ഇത് നിങ്ങൾ വെറുതെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ എടുക്കുന്ന ഓരോ വാക്കുകളും ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്നും ലോങ്സ്റ്റ് ഡ്യൂറേഷൻ എന്താണെന്നും ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാവും കൂടുതൽ ദൂരം സമയം എടുക്കുന്ന ആക്ടിവിറ്റി. മറ്റൊന്ന് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്താണെന്നൊക്കെ വരും സമയങ്ങളിൽ നമുക്ക് കാണും. ഞാൻ ഇവിടെ പറയാൻ കാരണം ഈ വേർഡ്സ് ഒക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ടോട്ടൽ ഡ്യൂറേഷൻ ഓക്കെ. ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ് വി carry out the special computations that produce the following information. First one, the total duration needed for the completion of the project. ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ട ആകെയുള്ള സമയം. Categorization of the activities of the project as critical and non-critical. ഒക്കെ നിങ്ങൾ വെറുതെ മനസ്സിൽ വെച്ചാൽ മതി. വരും ക്ലാസ്സുകളിൽ മനസ്സിലാവും. An activity in a network diagram is said to be critical if the delay in its start will further delay the project completion time. ഒരു ആക്ടിവിറ്റി ഉദാഹരണത്തിന് ഒരു 100 മീറ്റർ ഓട്ട മത്സരം. ചിലരുടെ സ്റ്റാർട്ടിങ് കുറച്ച് വൈകും. പക്ഷെ സ്റ്റാർട്ടിങ് വൈകിയ ആളും ഒന്ന് ഡിലേ വന്ന ആളും ചിലപ്പോൾ 100 മീറ്റർ ആദ്യം ഫിനിഷ് ചെയ്തു വരും. ഇനി സ്റ്റാർട്ടിങ് ആദ്യം നല്ല സ്പീഡ് തുടങ്ങിയ ആൾ അവസാനം സ്ലോ ആയി കഴിഞ്ഞ ആള് ഫസ്റ്റ് എത്തണമെന്ന് നിർബന്ധമില്ല. ചില ആക്ടിവിറ്റീസ് ഉണ്ട് അതിന് സ്റ്റാർട്ടിങ് വൈകി കഴിഞ്ഞാൽ ആ വർക്ക് നടക്കുന്നതിന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വൈകും. നമ്മളിപ്പോ ഒരു ബസ് യാത്ര ഇപ്പൊ 9 മണിക്ക് പുറപ്പെടേണ്ട ബസ് ഒരു 9:15 പുറപ്പെട്ടതെങ്കിൽ ആ സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് 10 മണിക്ക് തന്നെ കൃത്യ സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പൊ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തെത്താൻ പറ്റും. അപ്പൊ ചില ആക്ടിവിറ്റീസ് ഉണ്ട് കൃത്യസമയത്ത് തുടങ്ങിയില്ലെങ്കിൽ അത് അവസാനിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി കൃത്യമായ സമയത്ത് തുടങ്ങിയില്ലെങ്കിൽ ആ പ്രൊജക്ട് തന്നെ വൈകിപ്പോകും. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്. വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് തുടക്കം കുറച്ച് വൈകിയാലും ആ പ്രൊജക്ടിന്റെ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ സ്പീഡ് കൂട്ടി നമുക്കത് പ്രൊജക്ട് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ ആ രണ്ട് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇവിടെ പറയണേ. An activity in a network diagram is said to be critical if the delay in its start, തുടക്കത്തിലെ ഡിലേ വരുന്നത് will further delay the project completion time. തുടക്കം തന്നെ വൈകി കഴിഞ്ഞാൽ അവസാനം വരും. A non-critical activity allows some scheduling slack. Slack എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. So that the start time of the activity may be advanced or delayed with limits without affecting the completion date of the entire project. 9 മണിക്ക് പുറപ്പെട്ട് 10 മണിക്ക് എത്തേണ്ട വണ്ടി 9 മണിക്ക് പുറപ്പെടുന്നതിന് പകരം 9:15 പുറപ്പെട്ട് കഴിഞ്ഞാൽ പക്ഷെ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ട് എവിടേക്ക് എത്താൻ പറ്റും, കൃത്യസമയത്ത് എത്താൻ പറ്റും. 10 മണിക്ക് തന്നെ ഫിനിഷിംഗ് പോയിന്റ് എത്താൻ പറ്റും. അതാണ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ചില ആക്ടിവിറ്റീസിന്റെ പ്രത്യേകത എന്താ, 9 മണിക്ക് തുടങ്ങിയിട്ട് 10 മണിക്ക് തന്നെ അത് കഴിയുള്ളൂ. 9 മണിക്ക് തുടങ്ങിയിട്ട് 10 മണിക്ക് തന്നെ കഴിയുള്ളൂ. അപ്പൊ എന്തുണ്ടായി, 9 മണിക്ക് തുടങ്ങിയില്ല എങ്കിൽ 15 മിനിറ്റ് വൈകിട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ അവസാനിക്കുമ്പോഴും 15 മിനിറ്റ് വൈകും. അത്തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. To accomplish the above mentioned objectives, the following factors should be known to prepare project scheduling. Time schedule for each activity, that is the time by which an activity must begin and the time before which is completed. To accomplish the above mentioned activities, the following factors should be known to prepare the project scheduling. താഴെ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ആ പറയുന്ന കാര്യങ്ങൾ? ഒന്ന്, ടൈം ഷെഡ്യൂൾ ഫോർ ഈച്ച് ആക്ടിവിറ്റി. കൃത്യമായിട്ട് ടൈം ഷെഡ്യൂൾ വേണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി മസ്റ്റ് ബി ബിഗിൻ. ഒരു ആക്ടിവിറ്റി എപ്പോൾ തുടങ്ങണമെന്നും എപ്പോൾ അവസാനിക്കണമെന്നും കൃത്യമായിട്ടുള്ള സമയം നമുക്ക് വേണം, ഒരു ഷെഡ്യൂളിംഗ് നമുക്ക് വേണം. ഏർലിയർ ആൻഡ് ലേറ്റസ്റ്റ്
earlier and latest start time as well as earlier finish and latest finish of each activity. ഓരോ ആക്ടിവിറ്റിക്കും earlier starting ടൈമും latest സ്റ്റാർട്ടിംഗ് ടൈമും വേണം. അതുപോലെ ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴും earlier finishing ടൈമും latest finishing ടൈമും വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. തേർഡ് വൺ, ഫ്ലോട്ട് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ സ്പെയർ ടൈം അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിക്കും ഇടയിലുള്ള ഗ്യാപ്പ്. ഒരു ആക്ടിവിറ്റി തുടങ്ങി ഒരു ആക്ടിവിറ്റി അവസാനിച്ച് അടുത്ത ആക്ടിവിറ്റി തുടങ്ങാൻ വേണ്ട സമയം, സ്പെയർ ടൈം. Then the critical activities and critical path for the network. Critical activity എന്താണെന്ന് നമ്മൾ കണ്ടു, critical path എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. Okay. The purpose of calculating various times of events and activities, the following terms shall be used in critical path calculation. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നോട്ടേഷൻസ് ആണ്. earliest occurring time of the event I. ഞാൻ പറഞ്ഞല്ലോ ഒരു ഇവന്റ് തുടങ്ങുമ്പോൾ earliest starting time വേണം, latest starting time വേണം. അപ്പോൾ earliest occurrence time of an event എന്ന് പറയുന്നതാണ് EI. I എന്ന ഇവന്റിന്റെ earliest occurrence. Then LJ എന്ന് പറഞ്ഞാൽ latest occurrence time of J, that is LJ. TI എന്ന് പറഞ്ഞാൽ duration of activity I, J. I എന്ന ഈ ഇവന്റിൽ നിന്ന് ഈ ഇവന്റിലോട്ട് ഈ ഇവന്റ് തുടങ്ങി ഈ ഇവന്റിലോട്ട് അവസാനിക്കണം. അപ്പൊ അതിന് വേണ്ടി ടൈം ഉണ്ടല്ലോ, അതിനാണ് I, J എന്ന് പറയുന്നത്. TIJ, that is duration of the activity I, J. The critical path calculations are done in the following two ways. The first one, forward path calculation. Critical path calculations രണ്ട് രീതിയിൽ നടത്തും. ഒന്ന് forward path calculation ഉം മറ്റൊന്ന് backward path calculation ഉം. Then എന്താണ് forward path calculation എന്ന് കാണാം. ഈ കാണുന്നത് മുഴുവൻ നിങ്ങൾ മനസ്സിൽ വെറുതെ ഓർത്തു വെച്ചാൽ മതി. ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ എഴുതാൻ പറ്റും. എന്താണ് ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രോബ്ലം, ഒന്ന് രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ തെളിഞ്ഞു വരും എന്താണ് എഴുതേണ്ടതെന്ന്. അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാൽ മതി. We start from the initial node I, event 1. നമ്മൾ ഇവന്റ് 1ൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവന്റ് ഐയിൽ നിന്ന് തുടങ്ങാം. വിത്ത് സ്റ്റാർട്ടിംഗ് ടൈം ഓഫ് ദ പ്രൊജക്ട് ആസ് 0. പ്രൊജക്ട് തുടങ്ങാൻ പോകുന്ന പ്രൊജക്ട്, അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം എന്തായാലും എടുക്കുക, 0 എടുക്കുക. Proceed through the network visiting nodes in an increasing order of node number and at the final node of the network. Then ഞാൻ പറഞ്ഞല്ലോ ഇവന്റ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ ഇതേ ആക്ടിവിറ്റി തുടങ്ങി ഇങ്ങനെ ഇൻക്രീസിംഗ് ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുക. പ്രൊസീഡ് ത്രൂ ദി നെറ്റ്വർക്ക് വിസിറ്റിംഗ് നോട്ട്സ്. ഓരോ നോഡിലൂടെ ഇങ്ങനെ കടന്നു പോവുക. ഏതൊക്കെ നോഡിലൂടെ പോകേണ്ടത്, ഇൻക്രീസിംഗ് നോട്ട്സിന്റെ നമ്പേഴ്സിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ കടന്നു പോവുക. Then at each node, ഓരോ നോഡിലും we calculate earliest start and finish times for each activity by considering Fi as the earliest occurrence of node I. ഓരോ ഇതിലും എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, earliest സ്റ്റാർട്ടും earliest ഫിനിഷും കണ്ടുപിടിക്കണം. By considering Fi as the earliest occurrence of the node I. The method by we summarized as follows. നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. Step 1, set EI is equal to 0. EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, E1 is equal to C1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നോഡ്. ഇനീഷ്യൽ നോഡിന്റെ എന്താ എടുക്കാൻ നമ്മൾ പറയുന്നത്, സ്റ്റാർട്ടിംഗ് ടൈം ഓഫ് ദ പ്രൊജക്ട് 0 ആണ്. സോ E1 0 എടുത്തു. E1 എന്തായിരിക്കും, earliest occurrence time of the event I. ഇവന്റ് ഐക്ക് 1 or 2. ഫസ്റ്റ് ഇവന്റ് തുടങ്ങുമ്പോൾ അതിന്റെ ടൈം 0 ആണ്. Step 2, set the earliest start time for each activity that begins at the node I as ES means earliest starting time at node I. നോഡ് അപ്പോൾ നോഡ് ഐയിൽ നിന്ന് തുടങ്ങി, ഐയിൽ നിന്ന് ജെ എന്ന നോഡിലോട്ട് എത്താനുള്ള സമയമാണ് IJ. അത് ഓർത്ത് വെച്ചാൽ മതി.
ഇപ്പോൾ ഇ എസ് ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതിന് മറ്റൊരു നൊട്ടേഷൻ ആണ് ഇ ഐ. ഫോർ ഓൾ ആക്ടിവിറ്റീസ് ഐ കോമ ജെ ദാറ്റ് സ്റ്റാർട്ട്സ് അറ്റ് നോഡ് ഐ. അപ്പോൾ ഐ എന്ന നോഡിൽ നിന്ന് തുടങ്ങുന്ന എല്ലാതിന്റെയും ഇ എസ് എന്ന് പറഞ്ഞാൽ എയർലിസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം, അതാണ് ഇ ഐ, എയർലിസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം. Okay, then step 3, compute the earliest finishing time of each activity that begins at the node I by adding the earliest starting time of the activity to the duration of the activity. അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടേക്ക് എത്തണം. ഇവിടെ തുടങ്ങാനുള്ളത് നമ്മൾ എന്തെടുത്തു, ഇ ഐ ആയിട്ട് വെച്ചു, ഇ ഐ. ഇനി ഇവിടേക്ക് എത്തണം, അവിടെ എത്താൻ എന്ത് വേണം, ഇത്രയും ദൂരം കടന്നു പോകണം, വേണ്ടേ, ഇത്രയും ദൂരം കടന്നു പോകണം. അത്രയും ദൂരം കടന്നു പോകുന്നതാണ് എന്ത്, ടി ഐ ജെ. ഇവിടെ നിന്ന് ഐ എന്ന് ജെയിലേക്ക് എത്താൻ, ഇതാണ് ജെ എന്ന് വിചാരിക്കുക, ഇതാണ് ഐ എന്ന് വിചാരിക്കുക. ഐ എന്ന് ജെയിലേക്ക് എത്താനുള്ള ഡ്യൂറേഷൻ ടി ഐ ജെ. അതെന്തിന്റെ കൂടെ കൂട്ടണം, ഈ തുടക്കത്തിലുള്ള അതിന്റെ കൂടെ കൂട്ടണം, ഈ എസ് ഐ ജെയുടെ കൂടെ കൂട്ടണം. അപ്പൊ ഈ എസ് ഐ ജെയുടെ കൂടെ ടി ഐ ജെ കൂട്ടുന്നു. സിമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇ ഐ പ്ലസ് ടി ജെ, എയർലിസ്റ്റ് അക്രൻസ് ടൈം പ്ലസ് ഡ്യൂറേഷൻ. അപ്പൊ കിട്ടുന്നതാണ് എയർലിസ്റ്റ് ഫിനിഷിംഗ് ടൈം. Step 4, move on to the next node, say node j less than I. ഇതേ പ്രവർത്തിയെ തുടർന്നുകൊണ്ടിരിക്കുക, ഓരോ നോഡിലോട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. And compute the earliest occurrence of the node j, ej. Ej is equal to maximum of EFIJ, that is maximum of EI plus TJ. ഇപ്പൊ ഇത് ഓർത്തിരിക്കണ്ടോ, earliest occurrence activity കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, earliest occurrence കണ്ടുപിടിക്കുന്നത് EI plus TIJ. Then step 5, for j is equal to n, final node ആണെങ്കിൽ then the earliest finishing time for the project is given by earliest finishing time എന്ന് പറയുന്നത് En is equal to maximum of En minus 1 plus TIJ. ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്ര മാത്രം, എങ്ങനെയാണ് earliest finishing time കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കുക. അതിനെ കണ്ടുപിടിക്കുക, earliest finishing time കണ്ടുപിടിക്കാനായിട്ട് earliest starting time plus time duration, that is CI plus TJ. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, പിന്നെ ഒക്കെ പ്രോബ്ലം ചെയ്തു കിട്ടും. Then backward pass calculation. We start from the final. ഇപ്പോൾ ഫോർവേഡ് ആകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ നിന്ന് തുടങ്ങി, ബാക്ക്വേർഡ് ആകുമ്പോൾ ലാസ്റ്റിൽ നിന്ന് അങ്ങോട്ട് വരാൻ. We start from the final last node event n of the network. Proceed through the network visiting nodes in the decreasing order of node numbers and at the initial node I. ഇപ്പോൾ ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഫോർവേഡ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ നിന്ന് അവസാനത്തേക്കാണെങ്കിൽ, ബാക്ക്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തിൽ നിന്ന് തുടക്കത്തിലോട്ട് വരണം. അത്രയുള്ള വ്യത്യാസമുള്ളൂ. At each node, we conclude the least finishing and starting time for each activity by considering Li as the L latest occurrence of node j. The method താഴെ പറയുന്നു. Step 1, Ln is equal to En എടുക്കുക, Ln is equal to En എടുക്കുക. Step 2, set the latest finishing time of each activity at the ends of the node that ends at node j as Lfij is equal to Lj. Lfij is equal to Lj. അപ്പോൾ latest finishing time അതിനെ എടുക്കുക, Lj എടുക്കുക. Then compute the latest occurrence time of all activities ending j by subtracting the duration of each activity from the latest finishing time. നോക്കിയോ, LSij latest സ്റ്റാർട്ടിംഗ് ടൈം കിട്ടണമെങ്കിൽ എന്ത് കിട്ടിയാൽ മതി, ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈമിൽ നിന്ന് ടൈം ഡ്യൂറേഷൻ കിട്ടിയാൽ മതി. അതായത് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടേക്ക് എപ്പോൾ എത്തിയെന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഇതാണ് അവസാനത്തിൽ ഇങ്ങനെ ബാക്കിലോട്ട് പോകണം. അപ്പോൾ ഈ സമയത്തിൽ നിന്ന് തുടങ്ങിയ സമയത്ത് നിന്ന് അതാണ് നമുക്കിവിടെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം കിട്ടണ്ടേ, ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം കിട്ടണ്ടേ ഇതിന്റെ. ഇപ്പൊ ഇതിൽ നിന്ന് ഇതാണ് ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം. അവസാനിച്ചിട്ട് ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈമിൽ നിന്ന് ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം കിട്ടും. ഇത് ഇങ്ങനെ ബാക്കിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഞാൻ ഈ തിയറി പാർട്ടിനെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാനുള്ള കാരണം കുറച്ച് പ്രോബ്ലം ദൂരം മനസ്സിലാവുക, അതുകൊണ്ടാണ്. Step 4, proceed backward to the node. ഇതിലേക്ക് തന്നുകൊണ്ടിരിക്കുക, Li കണ്ടുപിടിക്കുക.
Li is equal to minimum of Lj minus Tij. Then step 5, if j is equal to 1, initial time j is equal to 1 ആണെങ്കിൽ L1 is equal to minimum of L2 minus Tij. Then based on the above calculation, an activity I, j will be critical if it satisfies the following condition. Critical ആവണമെങ്കിൽ എന്ത് വേണം? Li is equal to Ei, Lj is equal to Ej, Ej minus Ei is equal to Li minus Lj minus Li is equal to Ej. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് എന്ന് പറയാ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാ. ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നോക്കിയാൽ Ei is equal to Li വേണം, Ej is equal to Lj വേണം, Ej minus Ei is equal to Lj minus Li is equal to Tj വേണം. An activity that does not satisfy the above condition it termed as non-critical. So critical മനസ്സിലായി, non-critical മനസ്സിലായി. Then critical part. The critical activities of a network that constitute an uninterrupted path which span the entire work from start to finish is known as critical path. The critical activities of a network that constitute an uninterrupted path which spans the entire network from start to finish is known as critical path. അത് ഈ വേർഡ്സിന്റെ വേർഡ് മീനിങ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് critical path.